എന്തുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു നേടാമെന്ന് അവരെ പറഞ്ഞു. അത് ശിർക്കാണെന്ന് മുജാഹിദുകളും പറഞ്ഞു. എന്തായിരുന്നു കാരണം? സമസ്തക്കാരുടെ വിശ്വാസം മുഹീദ്ദീൻ ശൈഖ്, റിഫായി ശൈഖ് അടക്കമുള്ള മഹാന്മാർ നമ്മുടെ വിളി കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുമെന്നാണ് അവർ വിശ്വസിച്ചത്. അവർക്ക് അഭൗതികമായ കഴിവുണ്ട്, അവർക്ക് അദൃശ്യമായ കഴിവുണ്ട്, ആ കഴിവിനടിസ്ഥാനത്തിൽ അവർ സഹായിക്കും എന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ അഭൗതികമായ കഴിവ് റഹ്മാനായ റബ്ബിന് മാത്രമേയുള്ളൂ, ഒരു സൃഷ്ടിക്കുമില്ല, ജിന്നിനുമില്ല, മലക്കിനുമില്ല, മനുഷ്യർക്കുമില്ല, ആർക്കുമില്ല എന്ന് പ്രമാണം അടിസ്ഥാനമാക്കി മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു. അവിടെയാണ് ആ വിഷയത്തെ ചർച്ചകൾ നടന്നത്. എന്നാൽ 90 കൊല്ലം ആ പ്രബോധനവുമായി മുന്നോട്ട് പോരുകയും ബഹുമാനായ KM മൗലവി അദ്ദുആഉ വൽ ഇബാദ എന്ന പുസ്തകത്തിൽ കേരള ജംഇയത്തുൽ ഉലമയുടെ 1ാമത്തെ പ്രസിദ്ധീകരണമാണ് അദ്ദുആഉ വൽ ഇബാദ. അതിന്റെ 7ാമത്തെ പേജ് മുതൽ എഴുതി പോകുന്നതാണ് ഈ വിശദീകരണം. അതിനെ 2002 അട്ടിമറിക്കുകയും പുതിയ രൂപത്തിലേക്ക് ചില ആളുകൾ കൊണ്ടുപോവുകയും ജിന്നിനും മലക്കിനും അഭൗതികമായ കഴിവുണ്ട് എന്ന് പറയുകയും ചെയ്യാൻ രംഗത്ത് വന്നപ്പോൾ അന്ന് ഗൗരവമായി അതിനെ കാണുകയും അത് ശരിയല്ല എന്ന് അവരെയും അതോടൊപ്പം സമൂഹത്തെയും പഠിപ്പിക്കാൻ മുജാഹിദ് നിർബന്ധരാവുകയും ചെയ്തു. അല്ലാതെ നമ്മുടെ കൂടുതൽ ആളുകളല്ലേ തൽക്കാലം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടില്ല. അതേ വിഷയത്തിൽ തന്നെയാണ് വീണ്ടും ബഹളങ്ങളും വിവാദങ്ങളും ഉണ്ടായത്. ഇനി അത് എന്നത് ഏത് വിഷയത്തിലും മുജാഹിദ് പ്രസ്ഥാനം പ്രമാണങ്ങൾ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച ഒരു നിലപാടിനെതിരായിട്ട് എത്ര വലിയ മുജാഹിദുകാരും പറഞ്ഞാലും അത് അംഗീകരിക്കാൻ, ന്യായീകരിക്കാൻ മുജാഹിദ് ഉണ്ടാവില്ല. എന്നാൽ ഇത്രയും കാലം സ്വീകരിച്ചു പോകുന്ന നയം അത് ഇന്ന പ്രമാണത്തിന്റെ സ്ഥാനത്തിൽ തെറ്റായിരുന്നുവെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയാലോ അവിടെ വെച്ചത് തിരുത്താനും ഒരു പ്രയാസവും മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. അതുകൊണ്ടാണ് ബഹളങ്ങളും പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇനിയും ഉണ്ടാകുകയും ചെയ്തേക്കാം. മനുഷ്യന്മാരുള്ള കാലത്തോളം അതൊക്കെ ഉണ്ടാകാം. ഒരുത്തം വിചാരിച്ചാൽ മതി പ്രശ്നം ഉണ്ടാക്കാൻ, ഒരാൾ വിചാരിച്ചാൽ മതി നന്നാക്കിയെടുക്കാൻ. ചിലപ്പോൾ 100 ആള് 100 കൊല്ലം പണിയെടുത്താലും മുഴുവനാകണമെന്നില്ല. പക്ഷെ ഒരാള് ചെയ്യുന്ന ഒരൊറ്റപ്പണി കൊണ്ട് ഒന്നാകെ നശിപ്പിക്കാൻ കഴിയും. ആ പണികൾ ചിലർ ചെയ്തപ്പോൾ അത് സമൂഹത്തോട് തുറന്ന് പറയുകയല്ലാതെ നിർവാഹമില്ലാത്തത് കൊണ്ട് മുജാഹിദ് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ശരി ഒന്നേയുള്ളൂ എന്നതുകൊണ്ടാണ് ആ ശരിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ശരിയല്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് വിവാദം ഉണ്ടാകുന്നത്. സമസ്തക്കാരെ സംബന്ധിച്ച് അങ്ങനത്തെ പ്രശ്നമില്ല. അവർ മുഖല്ലിദുകളാണ്, അന്ധമായി അനുകരിക്കുന്നവരാണ്. അതുകൊണ്ട് പള്ളിയിലെ ഉസ്താദ് എന്ത് പറഞ്ഞോ അതാണ് ദീന്, വേറെ ചോദ്യമൊന്നുമില്ല. ആ ഉസ്താദ് പോയി വേറെ ഉസ്താദ് വന്നാലോ ആ ഉസ്താദ് എന്താ പറഞ്ഞിട്ട് അതിന് ദീന്, അത് അംഗീകരിക്കുന്നു, വേറെ ചോദിക്കാൻ പാടില്ല. ഉസ്താദ് പറഞ്ഞ ചോദ്യമില്ല, സമീന വാത്വഇന. അങ്ങനത്തെ ഉസ്താദുമാര് ഞങ്ങളുടെ കൂട്ടത്തിലില്ല, അതുണ്ടാകാൻ പറ്റൂല. ഇസ്ലാമിൽ തന്നെ അത്തരം ഉസ്താദുമാരുണ്ടാകാൻ പാടില്ല. അവിടെയാണ് വ്യത്യാസം. അവരെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ഉസ്താദ് വന്നു, അയാൾ കുറെ ദിക്റുണ്ടാക്കി കൊടുത്തു, ആ സാധുക്കൾ ചൊല്ലും, ഉസ്താദിന് പൈസയും കൊടുക്കും. അയാൾ പോയി പിന്നെ വേറെ ഉസ്താദ് വരും, അയാൾ വരുമ്പോൾ വേറെ കുറെ ദിക്റും കൊണ്ടാ വരാം. എന്താ ഉസ്താദ് ഇതിങ്ങനെ, അത് ചോദിക്കാൻ പാടില്ല. ആ ഉസ്താദിന്റെ വായിൽ നിന്ന് എന്താണോ വീഴുന്നത് അത് ചൊല്ലാം. അത് ഉസ്താദ് 33 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 33, 111 എന്ന് പറഞ്ഞാൽ 111. ഉസ്താദ് എന്താണോ പറഞ്ഞത് അത് ചൊല്ലിക്കൂല. അങ്ങനെയാണ് മണ്ണാർക്കാടുള്ള ഔലിയായി പരിചയപ്പെട്ട ബീരാനുடைய പാപ്പ മൂപ്പടുത്ത് പോയിട്ട് ദിക്ർ ചോദിച്ചാൽ മൂപ്പർ എന്താ പറഞ്ഞു കൊടുക്കുക, മൂപ്പര വായിൽ എന്തോ വന്ന് അത് പറയാം. ബീരാനുடைய പാപ്പയുടെ പുസ്തകത്തിൽ കാണാം. അതേ തരത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഉസ്താദ് എന്റെ മോനെ കാണാനില്ല, എന്നാ ചൊല്ലിക്കോ ലാ പുത്രൻ ഇല്ലല്ലാ സമീന വാത്വഇന. ഉസ്താദ് എത്ര ചൊല്ലേണ്ടത്? ഒരു 10 ലക്ഷം ചൊല്ലിക്കോ. അപ്പൊ തൊള്ളിൽ എന്താണോ വന്നത് അത് പറയാം. ഒരാൾ വന്നിട്ട് ഉസ്താദ് വല്ലാത്തൊരു വിഷമം, ജീവിതത്തിൽ ഒന്നും എവർക്ക് എത്തുന്നില്ല, വല്ലാത്ത വിഷമത്തിലാണ്. അപ്പൊ ഉസ്താദ് വന്ന ചൊല്ലിക്കോ ലാ തല വലാ വാല ഇല്ലല്ലാ. ഇവരുടെ ബുക്കിലുള്ള ബീരാവുലിയ പാപ്പ എന്ന പേര് പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ കൊടുത്ത ദിക്റാണ് ലാ തല വലാ വാല ഇല്ലല്ലാ. 1 ലക്ഷം വട്ടം ചൊല്ലിക്കോ. അതുകൊണ്ട് അവിടെ തർക്കം ഉണ്ടാവില്ല. കാരണം ഏത് ഉസ്താദും എന്തു പറഞ്ഞാലും അതൊക്കെ ദീന്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉസ്താദിന് പരിചയമില്ലല്ലോ എന്ന് ചോദിക്കൂല, ഇത് ഞങ്ങളെ വാപ്പാക്ക് പരിചയമില്ലല്ലോ എന്ന് ചോദിക്കൂല. നേരെ മറിച്ച് ഉസ്താദ് പറഞ്ഞു അത് ദീനായിക്കൂട്ടു. അതുകൊണ്ട് അവിടെ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ഇസ്ലാമിൽ അത് സ്വീകാര്യമല്ല. സ്വഹീഹായ ഹദീസുകൾ, വ്യക്തമായ ആയത്തുകൾ, അവയുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടതെന്തോ അത് മാത്രമേ ദീനാവൂ. അതിനപ്പുറത്ത് പള്ളിയുടെ മെമ്പർന്ന്, മുജാഹിദ് പള്ളിയുടെ മെമ്പർന്ന് ഖതീബ് പറഞ്ഞാലും ശരി, താഴത്ത് ചോദിക്കാലോ നിങ്ങളെ പറഞ്ഞ ഹദീസ് എവിടെയുള്ളത് കാണിച്ചു കൊടുക്കേണ്ടി വരും. അത് സ്വഹീയാണോ ചോദ്യം വരും. സ്വഹീയല്ല ദഈഫാണ് പിന്നെ നിങ്ങൾ പറയാൻ പാടില്ല എന്നാണ്. അതാണ് വ്യത്യാസം. എനിക്കറിയാം മുസ്തഫ സഖാഫി കാമിലി എന്നൊരാള് സലഫികളെ കൂടെ കൂടി, സുലൈമാൻ സഖാഫിന്റെ അലവി സഖാഫിന്റെ കൂടെ ഒരേ ബെഞ്ചിൽ ഇരുന്ന മർക്കസ് പഠിച്ച ആളാണ്.
അങ്ങനെ അദ്ദേഹം ഇവിടെയൊക്കെ വന്ന് നമ്മളൊക്കെ പരിചയപ്പെട്ട് ഞങ്ങൾ ഒന്നിച്ച് യാത്ര പോകുമ്പോൾ അന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പൊ അദ്ദേഹം എന്റെ കൂടെ വന്നു. എന്നാ ഞാനും വരാം ക്ലാസ് കേൾക്കാലോ. അപ്പൊ ഞാനവിടെ ചെന്ന് സംസാരിക്കുന്നതിൽ ഞാൻ എന്റെ കൂടെ ഞാൻ പരിചയപ്പെടുത്താം, അദ്ദേഹം സഖാഫിയാണ്, കാമിലിയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു 5 മിനിറ്റ് കൂടെ സംസാരിക്കും. അപ്പൊ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല. കാരണം പണ്ടാണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും ആൾക്കാർ ദീനായി സ്വീകരിച്ചോളും. ഇവിടെ അത് പറ്റൂല. ഇവിടെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും തെളിവുണ്ടോ ചോദിക്കും. അതുകൊണ്ട് അത് പഠിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ, അതിന് മുമ്പ് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് വ്യത്യാസം. ആ വ്യത്യാസമുള്ള കാലത്തോളം സ്വാഭാവികമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. അങ്ങനത്തെ നിലപാടൊന്നുമില്ല, എന്തും ആർക്കും സ്വീകരിക്കാമെന്നാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. അത് ഒരു നിലക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ഒറ്റക്കെട്ടല്ല നമുക്ക് വേണ്ടത്. ഹക്കിലേക്ക് മടങ്ങി വന്നുകൊണ്ടുള്ള ഒരു ഏകീകൃത സ്വഭാവം, അതാണ് മുജാഹിദ് പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്.